കുറ്റം പറയുക. ഈ ബിഗ് ബോസ് ഒക്കെ ഈ അച്ഛന്മാർ കാണേണ്ട കാര്യമാണ്, അത് പിശാചിൻ്റെ കളിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഞാൻ പലരും മുഴുവനായിട്ട് കേൾക്കാതെ അവർ എന്താണോ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതുമാത്രം ശ്രദ്ധിച്ച് അതിൽ കുറ്റം പറയുക. സ്നേഹമുള്ളവരെ, അപ്പോൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തുകയാണ്. എപ്പോഴും ഇങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും ഈ അച്ഛന് പറയാനുള്ളത് എന്ന ഒരു ചിന്ത പലർക്കും വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പലരും ആ ഒരു രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും വേറെ എവിടെ ഒന്നുമല്ല, ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ രസകരമായിട്ട് തോന്നിയ ആ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ മറ്റൊന്നുമല്ല, ഒരു ക്ലാസ്സിലെ രംഗമാണ് ആ ഒരു കുറിപ്പിൽ നമ്മൾ കാണുക. ഒരു അധ്യാപകൻ എപ്പോഴും എന്ത് ചെയ്താലും കുട്ടികളെ കുറ്റം കണ്ടെത്തുന്ന ഒരു അധ്യാപകൻ ഒരിക്കൽ ഒരു കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ആ കുറിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ട ഒരു കാര്യം ഇതാണ്. ആ അധ്യാപകൻ പതുപോലെ ക്ലാസ്സിൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു കുട്ടിയെ എഴുന്നേറ്റ് നിർത്തി ചോദിക്കുകയാണ്, നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? ആ കുട്ടി ഉടനെ ഉത്തരം പറഞ്ഞു, 4. അത് കേട്ട ഉടനെ ഈ അധ്യാപകൻ ചിരിക്കാൻ തുടങ്ങി. കണ്ടോ, മരം മണ്ടനാണ് ഇവൻ, നമുക്ക് എത്ര കിഡ്നിയാണ് ഉള്ളത്? 4 എന്നാണ് അവൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ് അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കാവുന്ന പരമാവധി കളിയാക്കുകയാണ്. ഇതെല്ലാം കേട്ട് അവസാനം ദേഷ്യത്തോടെ ആ കുട്ടിയെ, നീ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോകും മരമണ്ട എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന ആ കുട്ടി തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, സാറേ, സാറ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നൽകിയത്. സാറ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് സാർ ഓർക്കുന്നുണ്ടോ? ആ ചോദ്യം നമുക്ക് എത്ര കിഡ്നി ഉണ്ട് എന്നാണ്. നിനക്ക് എത്ര കിഡ്നി ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ 2 എന്നുത്തരം നൽകിയേനെ. പക്ഷേ നമുക്ക് എത്ര കിഡ്നി ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്നുള്ളത് പറയുന്നത് ഒരു ബഹുവചനമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ രീതിയിലാണ് ഞാൻ ഉത്തരം നൽകിയെന്ന് പറയുമ്പോൾ ആ അധ്യാപകൻ വളരെ ദേഷ്യത്തോടെ അവനെ പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ്. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞതല്ലേ ശരി. നമുക്കെന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. എനിക്കെന്ന് പറയുകയായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്കും നിനക്കും എന്തുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ കുട്ടിക്ക് അറിയാമായിരുന്നു. പക്ഷേ നമുക്കെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നെയും സാറിനെയുമാണ് ഉദ്ദേശിച്ചതെന്ന അർത്ഥത്തിൽ 4 കിഡ്നി ഉണ്ട് എന്ന ഉത്തരം ശരിയായിരുന്നു. പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളും വളർത്തിയിരിക്കുന്നു, ഈ അധ്യാപകനെ പോലെ. പലപ്പോഴും അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓരോരുത്തരും മനസ്സിലൂടെ കടന്നു പോകുന്ന ഈഗോ കൊണ്ടാണ്. കാരണം ആ ഒരു ഈഗോ നമ്മളെ പലപ്പോഴും ശരിയായത് കണ്ടെത്തുവാൻ സഹായിക്കാതെ പോകുന്ന ഒന്നാണ്. നമ്മുടെ മുമ്പിൽ ഒത്തിരിയേറെ ശരികളുണ്ടാകും, പക്ഷെ അതൊരിക്കലും റിയലൈസ് ചെയ്യാതെ എപ്പോഴും കുറ്റപ്പെടുത്തുവാൻ, അവൻ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ വാക്കുചരിക്കുമ്പോഴും മറ്റുള്ളവരെ ശ്രമിക്കുമ്പോഴും അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരെ കളിയാക്കാൻ പോവുക. മറ്റുള്ളവരെ ശ്രമിക്കുമ്പോൾ ശ്രദ്ധയോടെ ശ്രമിക്കുക, അവർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പല അവസരങ്ങളിലും നമ്മൾ അതിനൊന്നും ഇല്ല, നമ്മുടെ മനസ്സിൽ ഒരു സെറ്റായ ഐഡിയാസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാറില്ല. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പലരും മുഴുവനായിട്ട് കേൾക്കാതെ അതിലുള്ള സന്ദേശങ്ങൾ തിരിച്ചറിയാതെ അവർ എന്താണോ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതുമാത്രം ശ്രദ്ധിച്ച് അതിൽ കുറ്റം പറയുക. ഈ ബിഗ് ബോസ് ഒക്കെ ഈ അച്ഛന്മാർ കാണേണ്ട കാര്യമാണോ, അത് പിശാചിൻ്റെ കളിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാത്തിനും ലൈക്ക് അടിച്ച് കൊടുത്തു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് എന്ന രീതിയിൽ ലൈക്ക് അടിച്ച് കൊടുത്തു. പക്ഷേ നിങ്ങൾ ഓർക്കുക, അതൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ഐഡിയയുടെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് കാര്യം എടുക്കുമ്പോൾ, ഇപ്പോൾ ഈശോയുടെ ജീവിതത്തിലാണെങ്കിലും തൊട്ടടുത്ത് നടത്തുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും ഈശോ ഉപമകൾ പറയുന്നു, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളെടുത്ത് അതിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഡിസൈബിൾസിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? അവരുടെ അനുദിന ജീവിതത്തിലെ ഒരു സംഭവം എടുത്തു വെച്ചുകൊണ്ടാണ് ഈശോ അവരോട് ഓരോ കാര്യങ്ങളും ഇന്നത് ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുപോലെ ഒരു സംഭവം തന്നെയല്ലേ ഞാനും ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, ചിലർ ഈശോ ഉപമകളിലൂടെ പറഞ്ഞതുപോലെയാണ് അച്ഛൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞ കമൻറ്റ് ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. ആർക്കെങ്കിലും അത് മനസ്സിലായല്ലോ എന്നോർത്ത്. കാരണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എന്ത് സംഭവത്തിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ എനിക്ക് ആവശ്യമായൊരു സന്ദേശം എടുക്കുവാൻ സാധിക്കും. ഒരു കുറിപ്പായിക്കോട്ടെ, ഒരു ചെറിയ വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് കിട്ടേണ്ട സന്ദേശം ആ ഒരു കാർട്ടൂണിനെടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. അതുതന്നെയാണ് ഈശോയും ചെയ്തത്, അതുതന്നെയാണ് ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓരോ വീഡിയോസിലും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ അസ്വസ്ഥത ആകാതെ എന്താണ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക. എൻ്റെ ഒപ്പം നിങ്ങളും സഹകരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്ത് തന്നെയാണെങ്കിലും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.